ഒന്ന് വിളിക്കേണ്ടതാണ്. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين آمين. الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم أنت ولينا في الدنيا والآخرة توفنا وكلنا مسلمين والحقنا بالصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أنت ولينا في الدنيا والآخرة توفنا وكلنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമസ്ത കേരള സുന്നി മാലിന്യ ഫെഡറേഷനും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ രാജ്ഭവൻ മാർച്ച് ഇത്രമേൽ വിജയിപ്പിച്ച ബഹുമാന്യരായ നേതാക്കളെയും പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ഭരണഘടന തരുന്ന അവകാശത്തെ ഹനിച്ചുകൊണ്ട് മതേതര വിശ്വാസികൾക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന വിധത്തിൽ വഖഫ് ആക്ടിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കരിനിയമങ്ങളിൽ പ്രതിഷേധിച്ചു രാജ്യത്തെ ന്യൂനപക്ഷ മതവിഭാഗമായ മുസ്ലിമീങ്ങൾ അവരുടെ മതം പഠിപ്പിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ 10,000-കണക്കിന് മഹല്ലുകളുടെയും 10,000-കണക്കിന് മദ്രസകളുടെയും പ്രതിനിധികളിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും നടത്തിയ രാജ്ഭവൻ മാർച്ചാണ് ഈ സമാപന സംഗമത്തിൽ എത്തിച്ചേർന്നത്. എല്ലാവരെയും ഔപചാരികതയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാട് നൽകുന്ന വലിയ അവകാശമാണ്, ഭരണഘടന നൽകുന്ന അവകാശമാണ് കേന്ദ്ര സർക്കാർ ഒന്നൊന്നായി ഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോഴൊക്കെ മതേതരത്വത്തെ തകർക്കാനും ഫാഷിസത്തെ ശക്തിപ്പെടുത്താനുമുള്ള ഇടൻ അജണ്ടയുമായി നാൾക്കുനാൾ അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒടുവിലത്തെ ഉദാഹരണമാണ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇപ്പോൾ APCക്ക് വിട്ടിട്ടുള്ള വഖഫ് ആക്ട് ഭേദഗതി നിയമം. ആ ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമം പാസ്സാക്കാനുള്ള ചില ശ്രമങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടാകുമ്പോൾ ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ സംഘടനകളും ശക്തമായി പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോഴും ഞങ്ങൾ ഉദ്ദേശിച്ചതെന്തോ അത് നടപ്പാക്കുമെന്ന അഹങ്കാരത്തോടുകൂടി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ അനന്തപുരിലൂടെ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഈ വഖഫ് ഭേദഗതി നിയമത്തിനും മദ്രസ അടച്ചുപൂട്ടാനുള്ള ശ്രമത്തിനും എതിരെ സമരം നടക്കുമ്പോൾ കേരളത്തിലും അതിൻ്റെ സമരത്തിന്റെ ഭാഗമായി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും
സുന്നി മഹല്ല് ഫെഡറേഷനും കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ആ സംഘടനയുടെ ശക്തമായ പോഷക ഘടകങ്ങളാണ് മഹല്ലിനെ നിയന്ത്രിക്കുന്ന SMF-ഉം മദ്രസയെ നിയന്ത്രിക്കുന്ന SKMMA-യും. ഇരു സംഘടനകളും സംയുക്തമായി നടത്തിയ ഈ മാർച്ച് കഴിഞ്ഞ മാസം നവംബർ മാസം 5-ാം തീയതി കോഴിക്കോട് മുതലക്കുളത്ത് വെച്ചുകൊണ്ട് പാലക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച സമരത്തിന്റെ തുടക്കമാണ്, സമരത്തിന്റെ 2ാം ഘട്ടമാണ്. ഇരു സംഘടനകളും കഴിഞ്ഞ 14-ാം തീയതി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. 2ാമത് സമരമാണ് രാജ്ഭവൻ മാർച്ച്. ഈ മാർച്ചിൽ ശക്തമായി ഞങ്ങൾ ഉന്നയിക്കേണ്ട കാര്യം, സർക്കാർ ഈ നീക്കം കൊണ്ട് പിന്തിരിയണമെന്നും പരമ്പരാഗതമായി നമ്മുടെ ഭരണഘടന ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നൽകുന്ന വഖഫ് സംരക്ഷണവും മദ്രസ സംരക്ഷണവും നിലനിർത്തണമെന്നുള്ള ആവശ്യമാണ്. ഈ സമരം മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാറ്റി വെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്ത പക്ഷം ആവശ്യമെങ്കിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ സുന്നി പടയണി തയ്യാറാണ് എന്ന് കൂടി സമരത്തിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ സമസ്തയും അതിന്റെ പോഷകങ്ങളും അപൂർവമായ സമരരംഗത്തെ ഇറങ്ങാറുള്ളൂ. പക്ഷെ സമരം വിജയം കണ്ടേ ഞങ്ങൾ അടങ്ങാറുള്ളൂ എന്ന ചരിത്ര ബോധം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. വളരെ സമാധാനത്തോടുകൂടി, അച്ചടക്കത്തോടുകൂടി നടത്തുന്ന ഈ പ്രതിഷേധം ജനാധിപത്യ മര്യാദയെ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വഴിവിട്ട സമരത്തിലേക്ക് ഞങ്ങൾ നാളിതുവരെ പോയിട്ടില്ല. പോകേണ്ട ഇടം വരരുത് എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകളും ശക്തമായി ഈ സമരമുഖത്തുണ്ടാകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ കൂട്ടായ്മ ഈ സമരരംഗത്ത് ന്യൂനപക്ഷ മതേതര ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണ് വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്? അതിന്റെ അപകടം എന്താണ്? മദ്രസകൾ അടിച്ചുപൂട്ടാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഹിഡൻ അജണ്ട എന്നൊക്കെ പ്രമേയ പ്രഭാഷണത്തിലൂടെയും ശേഷം വരുന്ന പ്രസംഗത്തിലൂടെയും ഒക്കെ ബോധ്യപ്പെടുന്നത് കൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള SMF-ന്റെയും KMF-ന്റെയും നേതൃത്വത്തിൽ ഇന്ന് സമരസമിതിയുടെ തീരുമാനപ്രകാരം രാജ്ഭവനിലേക്ക് ഈ സമരത്തിന്റെ 2ാം ഘട്ടമായ മാർച്ച് നടക്കുകയാണ്. അനിവാര്യമായ ഒരു സമയത്ത് സമുദായത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ആധികാരികതയെ ചോദ്യം ചെയ്യാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതിന് നടത്തപ്പെടുന്ന ഈ സമരത്തിന് ആദ്യമേ തന്നെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യം ഒരു ഭരണഘടനാനുസൃതമായ നിലപാടിലൂടെയാണ് കാലങ്ങളോളമായി മുന്നോട്ട് പോകുന്നത്. ഭരണഘടനയുടെ 75-ാം വാർഷികം നമ്മളിപ്പോൾ തൊട്ടടുത്ത ദിവസം മുമ്പ് ആചരിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടേതായ എല്ലാ അവകാശങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ കണക്കിലെടുത്ത് ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രയാസപ്പെടുന്നവരെയും പിന്നോക്കം നിൽക്കുന്നവരെയും അടക്കം പരിഗണിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിക്കുവാനും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള അവകാശങ്ങൾ ഭരണഘടനയിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ടേ ആ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ നിർവഹണം നടത്തിയിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ളതും. കാലങ്ങളോളമായി ഈ രാജ്യത്ത് ജീവിക്കുകയും ഈ രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടി അടക്കം പടപൊരുതുകയും
ബ്രിട്ടീഷുകാരോട് പടവെട്ടുകയും ചെയ്ത ഒരു ജനവിഭാഗം എന്നുള്ള നിലക്കും ഈ രാജ്യത്തിൻ്റെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കമുള്ള ആളുകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ ഭരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞു ഭരണഘടനാനുസൃതമായി ഈ രാജ്യം മുന്നോട്ട് പോകുന്ന ആ ഒരു കാലഘട്ടങ്ങൾക്ക് ശേഷം അന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടങ്ങളിലും ഈ രാജ്യത്തെ ഭരണകൂടം അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിലും ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും ഒരു മുൻകാഴ്ച കണ്ടുകൊണ്ട് രാജ്യം ഒരു ഏക മതരാജ്യമായും ഏക ഭരണരാജ്യമായും എല്ലാ തലത്തിലും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഫാസിസ്റ്റ് സംഘപരിവാറിൻ്റെ ആളുകൾ ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആരംഭമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുന്ന ഒരു തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം. ആ കാലഘട്ടം മുതൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ വർഗീയപരമായ വിഭജനങ്ങൾ ഉണ്ടാക്കുന്നതിനും വിഭാഗീയത ഉണ്ടാക്കുന്നതിനും ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന ആശയത്തിലൂന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുമൊക്കെ മുൻതൂക്കം നൽകി മുന്നോട്ട് വന്ന സംഘപരിവാറിൻ്റെയും ഫാഷിസ്റ്റുകളുടെയും നിലപാട് ആ കാലഘട്ടം മുതലേ ആരംഭിച്ചത്. ഗോൾവാൾക്കറിൻ്റെയും സവർക്കറിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങളും പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ അതിനനുസരിച്ച് തന്നെയാണ് ആരംഭിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം പ്രാവർത്തികമാക്കാനായുള്ള ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളും പരിപാടികളും ആസൂത്രണങ്ങളും നിരന്തരമായി ഇന്ത്യ രാജ്യത്ത് നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഘട്ടങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലുണ്ടായ അപജയങ്ങളെ മുതലെടുത്തുകൊണ്ട്, ജനാധിപത്യ ശക്തികളുടെ ഭിന്നിപ്പ് മുതലെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വരാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തി ആ അധികാര തലങ്ങളിലേക്ക് കടന്നു വന്ന് പിന്നീട് അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഫാഷിസ്റ്റ് ശക്തികൾ തുടർന്നു കൊണ്ടുപോയത് എന്നതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആ കാലഘട്ടം മുതൽ അതിന് കൃത്യമായ അജണ്ടകളോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 2014 മുതൽ വ്യത്യസ്തങ്ങളായ നിയമ നടപടികൾ ഈ രാജ്യത്ത് കൊണ്ടുവരികയും അതിലൂടെ രാജ്യം ഒരേക രാജ്യമായി ഏക മതത്തിൻ്റെയും ഏക തെരഞ്ഞെടുപ്പിൻ്റെയും ഏകത്വത്തിൻ്റെയും ഒക്കെ നിലപാടുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരികയും ഏകാധിപത്യത്തിന്റെ രൂപത്തിൽ രാജ്യത്തെ ഭരണം നടത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു നിലപാട് ഈ രാജ്യത്തെ ഭരണാധികാരികൾ സ്വീകരിച്ചിരിക്കുന്നതിന് വ്യക്തമായ തെളിവുകളും ഉദാഹരണങ്ങളുമാണ് നമുക്ക് ഇതിലൂടെയൊക്കെ കണ്ടുവരാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമ ബില്ലുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ ഭാരതീയ ജനതാ പാർട്ടിയും മോദി സർക്കാരും എടുത്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അതിന്റെ പ്രക്ഷോഭങ്ങളിൽ മുഴുവൻ പങ്കെടുത്തവരാണ് നമ്മൾ. ഈ രാജ്യ വിഭജനത്തിന്റെ കാലഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്ന കാശ്മീരിലെ ജനതയെയും ഭരണകൂടത്തെയും ആ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നതിനിടക്ക് തന്നെയാണ് അവർക്ക് പ്രത്യേക അധികാരമുണ്ടായിരുന്ന 370 വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് കാശ്മീരിന്റെയും അവിടുത്തെ ജനതയെയും അധികാരങ്ങളെ എടുത്തു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന് നമുക്കിതിന്റെ ഭാഗമായി അറിയാം. തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തി ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും പീഡിതരാകപ്പെടുന്നു എന്ന് അവർ പറയുന്ന സ്ത്രീകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആട് എന്നവകാശപ്പെടുന്ന മുത്തലാഖിന്റെ ബില്ലും അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും ഒരു ന്യൂനപക്ഷ സാമുദായിക പ്രവർത്തനങ്ങളെ തടയിടുന്നതിന് വേണ്ടിയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി കടന്നുപോയത്, ഈ ഭരണകൂടം കടന്നുപോയത്. സ്വാഭാവികമായും ആ കാലഘട്ടങ്ങളിലൊക്കെ അതിനെതിരെയുള്ള ഉയർപ്പുകളും പ്രതിഷേധങ്ങളും ഒക്കെ വളരെ വ്യക്തമായി ആ കാലഘട്ടങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അധികാരത്തിൽ വരുന്ന കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികളുടെ അടിസ്ഥാനപരമായ ആശയങ്ങളുടെയും നിലപാടുകളുടെയും ഭാഗമായി നാളെ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് രാജ്യത്ത് ഒരുപാട് നിലപാടുകളും നയങ്ങളും ഒക്കെ തിരുത്തിക്കൊണ്ടും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്.
രാജ്യത്ത് വസ്ത്രത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, എന്താണ് ഓരോരുടെ വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ എല്ലാ തരത്തിലും ഒരു ജനവിഭാഗത്തെ എങ്ങനെ അടിച്ചൊതുക്കാമെന്നും അടിച്ചമർത്തി ഇല്ലാതാക്കാമെന്നും ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ എങ്ങനെ ഇല്ലാതാക്കാമെന്നും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും നിലപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കമാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദി ആ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്ത ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നതൊക്കെ നമുക്കറിയാം. ഇത് അവസാനമായി ഈ രാജ്യത്ത് വഖഫ് നിയമ ബില്ലും അതുപോലെ തന്നെ മദ്രസ പഠന നിലവാരവും തകർത്തെറിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയിൽ അവകാശങ്ങൾ സംരക്ഷിച്ചു നൽകുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആധികാരികമായ നിലപാടുകളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന തരത്തിലൂടെയുള്ള നിലപാടുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി സർക്കാരും എടുത്തിട്ടുള്ളത് എന്നതാണ് വസ്തുത. നമുക്കറിയാം, ഈ രാജ്യത്ത് ന്യൂനപക്ഷത്തിന്റെയും അല്ലെങ്കിൽ സമുദായത്തിന്റെയും ഒക്കെ ആളുകൾ അവർ അള്ളാഹുവിന്റെ നാളെയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാശ്വതമായ ഒരു ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പള്ളികൾക്കും ദർഗകൾക്കും അല്ലെങ്കിൽ മദ്രസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ വേണ്ടി നടത്തപ്പെടുന്ന വഖഫ് ഭൂമി നൽകുമ്പോൾ അല്ലെങ്കിൽ ആധികാരികമായ ഒരു സമ്പത്ത് നൽകുമ്പോൾ ആ സമ്പത്ത് ഭൂമി അത് ക്രിയാത്മകമായി നടപ്പിലാക്കുന്നതിനും അതിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നതിനും ഒക്കെ വേണ്ടിയുള്ള വഖഫ് ബോർഡ് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച ഇന്ത്യ രാജ്യത്ത് വളരെ വ്യാപകമായി നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കാവുന്നതാണ്. ഈ രാജ്യത്തെ റെയിൽവേയും അതുപോലെ തന്നെ എയർപോർട്ട് നോക്കി കഴിഞ്ഞാൽ അതിനുശേഷം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭൂമികൾ മുഴുവൻ എടുത്ത് ഉപയോഗിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ ഭൂമിയെ മുഴുവൻ ഇല്ലാതാക്കുകയും അവർക്ക് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യണമെന്ന ലക്ഷ്യത്തോടുകൂടി അതോടൊപ്പം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെയും അതുപോലെ തന്നെ പഠന രീതികളെയും തകർക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി നടത്തപ്പെടുന്ന വെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ ചർച്ച നടത്തുന്നത്, ഈ ധർണ നടത്തുന്നത്, രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത്. ബഹുമാനരായ നേതാക്കന്മാരെല്ലാവരും കൊണ്ട് പ്രിയപ്പെട്ട സമദ് മുക്കോട്ടൂരും പ്രിയപ്പെട്ട ഷാഫിയാജിയും പുത്തനെയും ഞങ്ങളും അതുപോലെ തന്നെ കേസുകളും പ്രിയപ്പെട്ട ഉപയുതയും എല്ലാം അടക്കമുള്ള ബഹുമാനരായ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ പ്രസംഗത്തിൽ നാസർ ഫൈസി സൂചിപ്പിച്ചതുപോലെ നാളെ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും സമുദായത്തിന്റെയും അവകാശങ്ങളെ ധ്വംസിക്കുന്ന അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലൂടെയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിശക്തമായ സമരം നടത്താൻ, പോരാട്ടം നടത്താൻ സുന്നി യുവജന സംഘവും അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായും അതിന്റെ പോഷക സംഘടനകളും നിർബന്ധിതമാക്കപ്പെടും എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ മതപണ്ഡിതന്മാരെ, ജനപ്രതിനിധികളെ, സഹോദരങ്ങളെ, ഇന്ന് SMF-ൻ്റെയും അതുപോലെ മദ്രസ ഫെഡറേഷൻ്റെയൊക്കെ പ്രതിനിധികൾ ഈ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ഉദ്ഘാടകൻ ഉൾപ്പെടെ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു. ഇനി പുതിയ ചില നിയമങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ എതിർക്കാൻ കാരണം അത് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഒറ്റക്കെട്ടായത്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എല്ലാ മതങ്ങളുടെയും അവകാശങ്ങൾ അനുവദിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാർലമെൻറ്റ് അംഗീകരിച്ച് നടപ്പാക്കി. ആ കാരണം കൊണ്ട് തന്നെയാണ് വിവിധ മതങ്ങളും വിവിധ ഭാഷകളും വിവിധ ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യം ശക്തമായി 77 വർഷം മുന്നോട്ട് പോയതിൻ്റെ കാരണം ഈ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീകമായ ഒരു ഭരണഘടന നമുക്കുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, ഇതിലൊന്നിനും വിശ്വാസമില്ലാത്തവർക്ക് അതനുസരിച്ച് ജീവിക്കാം. പക്ഷേ ഇത് അവർ ഏറ്റുമുട്ടാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം വഖഫ് ബോർഡ് കേരളത്തിൽ അതിലേക്ക് വോട്ടവകാശമുള്ളത് മുസ്ലിം MLA-മാർക്ക്. അതുപോലെ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിലും കൊച്ചി ദേവസ്വം ബോർഡാണെങ്കിലും അവിടെ 3 ഇലക്ടഡ് അംഗങ്ങളുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 2 പേർ ഹിന്ദു മന്ത്രിമാർ നിശ്ചയിക്കുന്നവർ, ഒരാൾ ഹിന്ദു MLA-മാർ തിരഞ്ഞെടുക്കുന്നത്. അവിടെ മറ്റ് സമുദായങ്ങൾക്ക് വോട്ടില്ല.
അതുപോലെ വഖഫ് ബോർഡിൽ മുസ്ലിം സമുദായമല്ലാതെ മറ്റുള്ളവർക്ക് വോട്ടില്ല. അത് രണ്ടുപേരുടെയും. കാരണം വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഇസ്ലാം മത വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ദേവസ്വം ബോർഡ് ഹിന്ദു മത വിശ്വാസമനുസരിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം. ഇവിടെ മറ്റു മതക്കാരുണ്ടാവില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. കാരണം അത് PSCക്ക് വിടാൻ ശ്രമം കേരള സർക്കാർ നടത്തിയപ്പോൾ അതിനെ UDF ഒറ്റക്കെട്ടായിട്ട് തീർത്തു. ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു മതത്തിൻ്റെയാണ് ദേവസ്വം ബോർഡുകളെന്ന് പറയുന്നത്. ഇവിടെ PSC എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണ്. അപ്പോൾ ആ ബോഡിയിൽ നിന്നുള്ള എല്ലാ മതക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് PSC വേണ്ട, ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡ് മതിയെന്ന്. അങ്ങനെയാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് കേന്ദ്രത്തിലെ നയം. പക്ഷെ ഇപ്പോൾ ഇവിടെ വഖഫ് നിയമത്തിൽ ഇവർ കൊണ്ടുവരുന്നത് 2 അമുസ്ലിങ്ങൾ നിർബന്ധമായി വേണമെന്നാണ് ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. അത് തന്നെ ഒരു തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കും. പിന്നെ മുസ്ലിങ്ങൾ തന്നെ വേണമെന്നില്ല. ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മദ്രസ പ്രതിനിധികൾ മാറ്റി നിർത്തിയാൽ ഇനി അവർക്ക് സർക്കാരിന് ഇഷ്ടമുള്ളവരെ നിയമിക്കാവുന്ന ഒരവസ്ഥയാണ് ഈ പുതിയ നിയമത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിലെ മദ്രസകളൊക്കെ മതം പഠിപ്പിക്കുന്നവരാണ്, തീവ്രവാദം പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അതൊക്കെ അടച്ചുപൂട്ടണം. ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും മതപഠനങ്ങൾക്ക് സ്വാതന്ത്ര്യം. ഇപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ രാമായണ മാസം അതിൻ്റെ ക്ലാസ്സുണ്ട്. മതതത്വങ്ങൾ നമ്മുടെ യുവതലമുറയെ പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളുണ്ട്. രാമായണത്തിൻ്റെ ക്ലാസ്സുണ്ട്, ഭാരത പാരായണങ്ങളുണ്ട്. ഇതൊക്കെ അമ്പലങ്ങളിലല്ലാതെ പുറത്ത് നടത്തുന്നു. അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് സൺഡേ ക്ലാസ്സുകളുണ്ട്, മതം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഭരണഘടനയിൽ നൽകിയിട്ടുള്ള അവകാശങ്ങളാണ്. പക്ഷെ മദ്രസകളുടെ കാര്യം വരുമ്പോൾ മാത്രം ഇതൊരു പാരലൽ സംവിധാനമാണ്. ഇത് സാധാരണ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ സാധാരണ വിദ്യാലയങ്ങളും പഠിക്കുന്നുണ്ട്. ഇത് മതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രസയിൽ വരുന്നത്. മറ്റേത് PSC ഒക്കെ എഴുതി നല്ല ഉദ്യോഗം കിട്ടണം എന്നുള്ളവർ സർക്കാർ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മദ്രസയിൽ എന്ന് പറയുന്ന മതത്തിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഭരിക്കാനും നൽകുക, അതായത് ദൈവവിശ്വാസത്തിൻ്റെ പ്രാധാന്യം അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇവർക്ക് മാത്രം, മുസ്ലിം സമുദായത്തിന് മാത്രം ഒരു ആനുകൂല്യം പാടില്ല എന്നുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോൾ ചില ജഡ്ജിമാർക്ക് ഈ സൂപ്പർ തുടങ്ങി. ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ പ്രതീക്ഷ ജനാധിപത്യ സർക്കാരുകൾ ജനവിരുദ്ധ സർക്കാരുകളായിട്ട് മാറുമ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷ കോടതിയാണ്. പക്ഷെ ആ കോടതിയിലെ ജഡ്ജിമാർ പോലും, ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി അദ്ദേഹം മുസ്ലിം സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കാൻ നോക്കുന്ന സമുദായമാണ്. ഒരു ജഡ്ജിയാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന തൊട്ട്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താ? മതേതരത്വത്തിൽ അധിഷ്ഠിതമായി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു ജഡ്ജി പറയുകയാണ്, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മറ്റ് സമുദായങ്ങൾ ജീവിക്കണം. മാത്രമല്ല, മുസ്ലിം സമുദായം എന്ന് പറയുന്നത് തീവ്രവാദികൾ, എല്ലാവരും തീവ്രവാദി, സമുദായം ജനിച്ചവരൊക്കെ തീവ്രവാദികൾ. ഇത് പറയുന്നവരെ ജഡ്ജിയാണ്. അപ്പം നാളെ ഒരു അമ്പലവും പള്ളിയുടെയും തർക്കം ഈ ജഡ്ജിയുടെ കോടതിയിൽ വന്നാൽ എന്തായിരിക്കും ജഡ്ജിമെന്റ്? അപ്പം ആ രീതിയിലേക്ക് തന്നെ ഇതിന് ഇവർക്കൊക്കെ പ്രോത്സാഹനവും കൊടുക്കുക. ഭരണത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു. മന്ത്രിമാർ തന്നെ ഇവർക്ക് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നടക്കും. ആ രീതിയിൽ കാര്യങ്ങൾ. ഇപ്പോൾ മൂന്നാമതും മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുക എന്നുള്ള രീതിയുടെ ഭാഗമായിട്ടാണ് ഈ വഖഫ് നിയമത്തിനെ ഇന്ത്യൻ ജനത നോക്കിയത്. അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ബില്ലിനെതിരെ ശക്തമായി ഇരു സഭകളിലും പോരാടുക. ആ പോരാടിയതിൻ്റെ ഫലമായിട്ടാണ് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ നിയമിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമായി. കാരണം വെറും ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ, ഞാൻ പറയാം, നാളെ ഈ ജനങ്ങൾ ഭൂരിപക്ഷം കൊടുക്കുന്നതിനാണ്, ഭരിക്കാനാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയില്ല. അതിന് പകരം ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ നോക്കിയാൽ അതൊരിക്കലും നമുക്ക് കൈകെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ശക്തമായ പ്രവർത്തനം നടത്തിയതുകൊണ്ടാണ്
ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായതും അതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെയും ഭൂരിപക്ഷം ഉപയോഗിച്ച് ജനഹിതം അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ സഖ്യം ശക്തമായിട്ട് എതിർപ്പ് അവിടെ രേഖപ്പെടുത്തി. അതുകൊണ്ട് മാത്രമാണ് ഈ സെക്ഷനിൽ, ഈ വിന്റർ സെക്ഷനിൽ ഈ നിയമം പാസ്സാക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതിൻ്റെ കാരണം. മാത്രമല്ല, ഇപ്പോൾ ഒരു ഭാഗ്യത്തിന് ഭരിക്കുന്ന പാർട്ടിയുടെ ഇംഗീതങ്ങൾ അത്ര പെട്ടെന്ന് നടക്കുന്നൊരു അന്തരീക്ഷമല്ല. കാരണം അവർക്ക് കേവല ഭൂരിപക്ഷം. ഇവരെ പിന്താങ്ങുന്ന പാർട്ടികൾ അവർ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും കൂടെ വാങ്ങി ജയിച്ചു വന്നവർ. ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും തെലുങ്ക് ദേശാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചന്ദ്രബാബു നായിഡു, ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്, അല്ല അത് മുസ്ലിം പ്രീണനമല്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാണ് നരേന്ദ്രമോദിക്കുള്ള മറുപടി. നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്കുള്ള മറുപടി പറഞ്ഞത് ആന്ധ്ര മുഖ്യമന്ത്രിയാണ്. കാരണം ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയ അവകാശങ്ങൾ, അത് മറ്റു മതങ്ങൾക്കുള്ള അവകാശം, അതൊക്കെ പരിപാലിക്കപ്പെടണം. അതല്ലാതെ അതിനു വേണ്ടി സംസാരിക്കുമ്പോൾ അതൊക്കെ പ്രീണനമാണ് എന്ന് പറഞ്ഞ് സമുദായങ്ങളുടെ ഇടയിൽ വിഭജനമുണ്ടാക്കി കയറി നേടാനാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് എല്ലായ്പ്പോഴും ജനമാവില്ല. അതിന് ഉദാഹരണമാണ് അയോധ്യ ഉൾപ്പെടെയുള്ള ലോക്സഭാ സീറ്റുകളിൽ BJP പരാജയപ്പെട്ടത്. കാരണം പറയുമ്പോൾ അയോധ്യയിൽ എന്തായാലും മുഴുവൻ ശ്രീരാമമായിരുന്നില്ല. ഇവരെ പ്രധാനമന്ത്രി തന്നെ പ്രതിഷ്ഠ നടത്തി. ശരിക്ക് ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഭരണകർത്താക്കൾ പ്രതിഷ്ഠ നടത്താൻ പാടില്ല. അതിന് തന്ത്രിമാരും പൂജാരിമാരൊക്കെ ഉണ്ട്. അതാണ് ശങ്കരാചാര്യന്മാർ പറഞ്ഞത്. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജോലിയാണ്, ഇത് പ്രധാനമന്ത്രിയുടെ ജോലിയാണ്. അത് തന്നെ നിയമലംഘനമാണ്. ആ ലംഘിച്ചതിന് ഉള്ള ശിക്ഷയാണ് മോഡിക്ക് അവിടെ കിട്ടിയത്. അവിടെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. മോഡി വാരണാസി ഏറ്റവും കൂടുതൽ ഹിന്ദു ക്ഷേത്രങ്ങളുള്ള നിയോജകമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായി നേരെ താഴോട്ട് പോയി. മഹാഭൂരിപക്ഷം സീറ്റുകളിൽ ഇന്ത്യ സഖ്യം അവിടെ വിജയിച്ചതിൻ്റെ കാരണം ഇത് എല്ലാ കാലത്തും ജനമാവില്ല എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയൂ. അതുകൊണ്ട് ഈ മാർച്ച് തീർച്ചയായിട്ടും അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള യാത്രയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്ഭവനിൽ ഈ മാർച്ച് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് മതേതരത്വത്തിന് അട്ടിമറിക്കാൻ നമ്മൾ ആരും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇപ്പം പറയുന്നത് മതേതരത്വം എന്നുള്ള വാക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് അധികാരം നഷ്ടപ്പെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചത് ക്ലെമന്റ് ആറ്റ്ലിയുടെ ലേബർ പാർട്ടി ഗവൺമെൻറ്റാണല്ലോ. അപ്പോൾ അധികാരം നഷ്ടപ്പെട്ട വിൻസെൻ്റ് ചർച്ചിൽ പറഞ്ഞു, ഈ രാജ്യത്തിന് ഒരു മതമുണ്ട്, ഒരു ഭാഷയുണ്ടോ, ഇവർക്കിത് കൊണ്ടുനടക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് എങ്ങനെയാണ് നമ്മൾ 77 വർഷം മുന്നോട്ട് പോയതിൻ്റെ കാരണം ഈ ഭരണഘടനയുടെ പ്രത്യേകതയാണ്. ഡോക്ടർ അംബേദ്കറൊക്കെ നേതൃത്വം നൽകി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹത്തോടുകൂടി ഉണ്ടാക്കിയ ഈ ഭരണഘടന എനിക്ക് നിങ്ങൾക്കുള്ള അവകാശങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളും പറയും എൻ്റെ അവകാശങ്ങൾ ഇവിടെ സുരക്ഷിതമാണ്, ഞാൻ പറയും എൻ്റെ അവകാശങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വമുണ്ട്. അതല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം എടുത്തു കളയും, ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ നൽകുകയും ചെയ്താൽ അത് മതേതരത്വ വാക്കിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ്. അതുകൊണ്ട് ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകും. നിങ്ങളുടെ ഈ സമരത്തിന് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരിപൂർണ പിന്തുണ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യാത്ര വിജയിക്കട്ടെ, നിങ്ങളുടെ ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എളിയ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിജയമായിട്ട് നമസ്കാരം.